ഹായ് ഫ്രണ്ട്സ്, രാവിലെ മുറ്റമൊക്കെ അടിച്ചു വാരുകയാണ്. ഇന്നലെ ഞങ്ങൾ ട്രിവാൻഡ്രത്തൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ചെടികൾ കിട്ടിയിട്ടുണ്ട്. കണ്ട ചെടികൾ, അതൊക്കെ ഇന്ന് നടണം നമുക്ക്. ഇതൊക്കെ അന്നത്തെ റോസയൊക്കെ കിളിച്ചിട്ടുണ്ട്. പുതിന ഉണ്ടോ, നല്ലപോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഇതൊരു ചെടി, ഇത് കണ്ണാടിച്ചെടിയാണ്. ഇത് വേറൊരു തരം ചെടി. ഇതൊക്കെ വെയിലത്ത് നടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ നമ്മൾ ചെടി നടാൻ തുടങ്ങുകയാണ്. ചട്ടിയില്ലാത്തതുകൊണ്ടൊരു പ്ലാസ്റ്റിക് പൊറിച്ചിട്ട്, ഇതെന്തിൻ്റെ ആയിരുന്നു, നമ്മുടെ ഇൻവേർട്ടറിൻ്റെ വെള്ളം ഇതിൻ്റെ ഇതിലാണ് നടുന്നത്. ആഴ്ചകളിയുടെ വെച്ച് നല്ല വൃത്തിക്കുന്നിരിക്കും. ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ്. അപ്പോൾ ആക്സോ ബ്ലേഡ് വെച്ച് മുറിക്കാമെന്നാണ് അമ്മ പറയുന്നത്. കണ്ണാടിച്ചെടിയാണ് നടുന്നത്. അത് രണ്ടും രണ്ട് തന്നെയാണ്. ഇതല്ലേ? അങ്ങനെ ഒരു കണ്ണാടിച്ചെടി നട്ടിട്ടുണ്ട്. തൽക്കാലം പിടിക്കാൻ വേണ്ടി നടും. പിന്നെ അതിനകത്തെന്ത് കാണില്ല, ഇതൂടെ കാണാൻ വയ്യല്ല. ഇതും കണ്ണാടിച്ചെടിയെ. വലിയ കവറ മടക്കി വെച്ചേക്കോ. ഇതിന് 490, എത്ര 50 എണ്ണത്തിന് 400. അടുത്ത പ്ലാസ്റ്റിക് കവറിലാണ്. അപ്പോൾ അതിലേക്ക് കരിയില നിറച്ച് പിന്നെ മണ്ണ് ഇട്ടു. കരിയില എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് നല്ലത് കുറേ നാൾ കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് അഴുകുമ്പോൾ അതൊരു വളം പോലെയാകും. പിന്നെ നമുക്ക് അത്ര മണ്ണും കുറവ് മതി. എല്ലാം കൂടെ ഉള്ള ചെടിയായിരുന്നു. ഓർക്കുന്നു ഇല്ല എൻ്റെ അവിടെ അടുത്ത ചെടി. അടുത്ത ചെടിയാണേ, നല്ല ഭംഗിയുള്ള ഇല. ഇത് പണ്ടുണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞിട്ട് പിന്നെയും കൊണ്ടുവന്നത്. ചട്ടികളുടെ പരിമിതി കാരണം ആ സെയിം ചട്ടിയിലോട്ട് തന്നെ വേറെ സെയിം ചെടി, വേറെ ചെടിയുള്ള അതിൻ്റെ കൂടെ വെക്കുകയാണ്. പല കളറാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് പിഴുതെടുത്ത ഒരു കവറുണ്ടായിരുന്നു. കവർ കണ്ട് അവൾ ആ കൊച്ച് കവറിൻ്റെ അങ്ങനെ ആ ചെടിയും നട്ടു. അടുത്ത ഭംഗിയുള്ള ഒരു ചെടി, ഇലച്ചെടി കണ്ടോ.
ഇതിനി നടണം. ടാങ് ടാങ്. അടുത്ത ചെടി നടാൻ വേണ്ടി മണ്ണെടുക്കാൻ പോവാണേ. അപ്പം അടുത്തത് ഈ കുടത്തിലാണ് ഞങ്ങൾ ചെടി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൊട്ടിയ ഒരു കുടമാണ് പണ്ടത്തെ. നമ്മൾ ഈ ചെടിയാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്തോ ഒരു പെറ്റൂണിയ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. കറ്റാർ വാഴയുടെ ഇതിലൊന്ന് മുക്കി ജെല്ലിലൊന്ന് മുക്കിയിട്ടാണ് ഇതെല്ലാം ഏത് കളറാണ് ഇത്? കളർ വയലറ്റ് ആയിരിക്കും. വെള്ളയും ഉണ്ട് വയലിടും. അത് അവൾക്ക് അറിയത്തില്ലല്ലോ, പോകത്തില്ല അവിടെ. എവിടെ നിന്ന് കിട്ടിയാന്ന് എങ്ങാണ്ടൊന്ന് മേടിച്ചന്നത്. ചെടിക്കാരിയാണ് ഭയങ്കര. മമ്മിയുടെ ആങ്ങളയുടെ മോളുടെ വീട്ടിൽ നിന്നാണ് ഈ ചെടിയൊക്കെ. അവൾ ഭയങ്കര ചെടിക്കാരിയാണ്. അമ്മയുടെ വാസന അവൾക്കുണ്ട്, അപ്പച്ചിയുടെ വാസന. അപ്പച്ചിയുടെ വാസന ഉണ്ടെന്നാണ് പറയുന്നത്. കാണാനും മമ്മിയുടെ കൂട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ ആ ചെടിയും നട്ടു. നട്ടതിനൊന്ന് വെള്ളം താളിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ചെടിയും നട്ടു. നല്ല ഇത് എനിക്കിത് കണ്ടപ്പോഴേ ആഗ്രഹമായിരുന്നു അവളോട്. അത് അന്നിലും പാവം തന്നു. എനിക്ക് വന്നു. വീണ്ടും അടിക്കണം, അത് ശരിയാകത്തില്ല. അടുത്തത് നമ്മൾ ജമന്തി നടാൻ പോവാണ്. മഞ്ഞ കളർ. വേറൊരു ജമന്തി വെള്ള ഡബിൾ കളറാണ് കിളിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തോട്ടാണ് നടുന്നത്. വെയിലായോണ്ട് ഒരുപാട് അവിടെ വിളിച്ചുണ്ട്. ചെടി നടുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാത്തിനും ഒന്ന് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇതാകുമ്പോൾ ഇല്ല, അതിനൊഴിച്ചില്ല, അതിൻ്റെ അപ്പുറത്തെ. മഞ്ഞ 10 മണി. അടുത്തത് കടലാസ് ചെടിയാണ് നടുന്നത്. അപ്പോൾ കടലാസ് ചെടി നടാൻ വേണ്ടി നമ്മൾ വലിയൊരു ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇത് ഇന്നലെ വാങ്ങിയ ചട്ടിയാണ്. ഇന്നലെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോകുന്ന വഴിക്ക് അടൂറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലേക്ക് അമ്മ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മണ്ണുമായിട്ട് വരുന്നുണ്ട്. കടലാസ് ചെടി ആകുമ്പോൾ അത് എപ്പോഴും വലിയ പൂച്ചട്ടി നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് കുറ്റിച്ച് വളരും. അതേസമയം നമ്മൾ നിലത്ത് നട്ടാൽ അത് ഒത്തിരി കാട് പോലെ പോകും. അതിനുവേണ്ടിയാണ് വലിയ പൂച്ചട്ടി
എടുത്തിരിക്കുന്നത്. അലോവേര ജെല്ലിൽ മുക്കിയെടുത്തു. ഇങ്ങനെ ഒരു കടലാസ് ചെടി നട്ടു. കുറച്ച് വെള്ളം താളിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ചെടികളെല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ചാനൽ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് ആവശ്യമാണ്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.